പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ രാത്രി ഇറാൻ അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേലിന് നേരെ നടത്തിയത്. മാത്രമല്ല പല GCC രാഷ്ട്രങ്ങളിലുള്ള എണ്ണ ഗ്യാസ് പ്ലാന്റുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ചിത്രം, ഈ വീഡിയോ ഇസ്രയേലിന്റെ ഇന്റർനാഷണൽ എയർപോർട്ട്, ബിൻഗുറിയൻ എയർപോർട്ട് എന്നറിയപ്പെടുന്ന അവിടെയാണ് ഈ മിസൈൽ ഹിറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ നമ്മൾ കണ്ടാൽ അതിഭയാനകമായ രീതിയിലാണ് മിസൈലുകൾ ഹിറ്റ് ചെയ്യുന്നത്. ഇവിടെയൊന്നും പ്രതിരോധങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത സാഹചര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നും രണ്ടും മിസൈലുകളല്ല, ഇതെല്ലാം അവിടെ നമുക്ക് ഈ മിസൈൽ ഇടിക്കുന്ന സമയത്ത് വിമാനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഈ പരിസരത്ത് നിങ്ങൾക്ക് വിമാനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു മിസൈൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം വിമാനങ്ങൾ. ഈ ആക്രമണത്തിൽ ഇസ്രയേലിന്റെ 3 യാത്രാ വിമാനങ്ങൾ കത്തിയമർന്നു എന്നാണ് ഇസ്രയേൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ അതിശക്തമായ ആക്രമണം, നമുക്കറിയാം സൗദി അറേബ്യയുടെ 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആക്രമണം നടക്കുകയുണ്ടായി. ഇത് സൗദി അറേബ്യയിൽ നടന്ന ഒരു ആക്രമണത്തിന്റെ എണ്ണ റിഫൈനറിക്ക് നേരെയുണ്ടായ ആക്രമണമാണ്. മിസൈൽ അതിശക്തമായി ഹിറ്റ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അതിശക്തമായ രൂപത്തിലുള്ള തീ പടർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 സ്ഥലങ്ങളിലാണ് സൗദി അറേബ്യയിൽ കഴിഞ്ഞ രാത്രി ആക്രമണം നടന്നിട്ടുള്ളത്. ഒന്ന് ജുബൈൽ, അതുപോലെ തന്നെ ഉമ്മുൽ ഹമാം, റിയാദിന്റെ ഭാഗത്തുള്ള ഉമ്മുൽ ഹമാം, അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന വാർത്ത യംബുവിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ്. ഇതെല്ലാം എണ്ണ റിഫൈനറികൾക്ക് നേരെയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേറെ ഗുരുതരമായതാണ് കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ഖത്തറിന് നേരെയുള്ള ആക്രമണം. ഖത്തറിലെ റാസ് റഫാൻ എന്നറിയപ്പെടുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണിത്. അവിടെ അതിശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണത്തിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഗ്യാസിന്റെ വില അന്താരാഷ്ട്ര തലങ്ങളിൽ 30% വർദ്ധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ലോകത്തെ വലിയ ദുരന്തങ്ങളിലേക്കാണ് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രയും പ്രധാനപ്പെട്ട ലോകത്തിന്റെ അടിസ്ഥാന ഊർജ സ്രോതസ്സുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്? ഇതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതായത് ഇറാന്റെ ഗ്യാസ് പ്ലാന്റുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തി. ട്രംപ് ഇപ്പോൾ പതിവ് പല്ലവി ആവർത്തിക്കുകയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ആക്രമണം എന്നാണ്. അതേസമയം വാൾ സ്ട്രീറ്റ് ജേർണൽ പറയുന്നത് ഈ കാര്യം ട്രംപിന് മുമ്പ് അറിയാമെന്നാണ്. മാത്രമല്ല 2 ദിവസം മുമ്പ് അങ്ങനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇനി ഒരിക്കലും ഇസ്രായേൽ അങ്ങനെ ഗ്യാസിന് നേരെ ആക്രമണം നടത്തുകയില്ല. അതേസമയം ഖത്തർ ഇതിലൊന്നും പങ്കാളി അല്ലാതിരുന്നിട്ടും ഖത്തറിന്റെ ഗ്യാസ് പ്ലാന്റിന് നേരെ എന്തുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തി, ഇതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് ട്രംപ് പറയുന്നു. ഇനി ഇസ്രായേൽ അങ്ങനെയുള്ള ഒരു തലങ്ങളിൽ ആക്രമണം നടത്തുകയില്ല. ഇനി ഇറാൻ ആക്രമണം നടത്തിയാൽ ഇറാന്റെ എല്ലാ എണ്ണ സോഴ്സുകളും അടിച്ചു തകർക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഭീഷണികൾക്കോ വാണിങ്ങുകൾക്കോ 5 കാശിന്റെ വിലയില്ലാത്ത ഒരു കാലത്താണ് ഇപ്പോൾ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ആക്രമണം നടത്തിയ ഉടനെ ആയിരുന്നില്ല ട്രംപിന്റെ ഈ പ്രതികരണം. ഇറാന്റെ ഭാഗത്തുള്ള തിരിച്ചടി ശക്തമായതോടുകൂടെ ലോക തലങ്ങളിൽ നിന്ന് തന്നെ ട്രംപിന് നേരെ അതിശക്തമായ വിമർശനം ഉയരുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ എണ്ണയ്ക്ക് വില വർദ്ധിച്ചിരിക്കുന്നത് അമേരിക്കയിൽ തന്നെയാണ്. അമേരിക്കയിൽ പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന പലരും രാജിക്കത്തുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് ഇസ്രയേലിന് വേണ്ടി മാത്രം നടത്തിയ യുദ്ധമാണ്. ഇസ്രയേലും അതുപോലെ അമേരിക്കയിലുള്ള ജൂത ലോബികൾ, ഇസ്രയേലി ലോബികളും നടത്തിയ യുദ്ധമാണ്. ഇറാൻ ഒരു തരത്തിലും അമേരിക്കക്ക് ഭീഷണിയല്ല എന്ന് ഇപ്പോൾ അമേരിക്കയുടെ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇസ്രയേലിന് ഇറാന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല ലെബനാനിലെ ഹിസ്ബുള്ളയുടെ ഭാഗത്തും അതിശക്തമായ ആക്രമണം നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ചട്ടിയുടെ മുകളിൽ നിന്നും അതുപോലെ താഴെ നിന്നും തീ കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇസ്രയേലിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചടി കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തന്നെ നൽകിയിരിക്കുകയാണ്. ഹിസ്ബുള്ള, ഇത് റഷ്യയുടെ RT പത്രമാണ്. ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം മാത്രം 6 മെർക്കോവ ടാങ്കുകൾ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ലെബനാന്റെ ത്വയ്ബ എന്നറിയപ്പെടുന്ന ഭാഗത്ത് നടന്ന ആക്രമണത്തിലാണ്. അവിടെ കരസേന ഈ ലെബനാനിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകളെ ഇവിടെ നമുക്ക് മെർക്കോവ ടാങ്കിനെ ലക്ഷ്യം വെക്കുന്നതിന്റെ ചിത്രം ഇവിടെ കാണാൻ സാധിക്കും. ഈ ടാങ്കിൽ അപകടം പറ്റിയ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി
ഇസ്രയേലിന്റെ സൈന്യം വരുമ്പോൾ അവർക്ക് നേരെ അതിശക്തമായ മിസൈൽ ആക്രമണവും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 200 കിലോമീറ്റർ റേഞ്ച് വരുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ഈ സൈനികർക്ക് നേരെയും ആക്രമണം നടത്തി എന്നാണ് ലെബനാനിലെ ഹിസ്ബുള്ള പറയുന്നത്. ഈ രൂപത്തിൽ അതിശക്തമായ ആക്രമണം കഴിഞ്ഞ രാത്രിയിൽ ഇസ്രയേലിന് നേരെ ഉണ്ടായിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ധനകാര്യ മന്ത്രിയായ സ്മോട്രിച്ചിന് ലെബനാനിലെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിയിരുന്നു എന്ന് പറയപ്പെടുന്നു. അതേസമയം എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടു എന്ന വാർത്തയും വരുന്നു. എന്തായിരുന്നാലും കൊലകൾക്ക് കൊലയായി, അതുപോലെ എണ്ണയ്ക്ക് എണ്ണ, ഗ്യാസിന് ഗ്യാസ് എന്ന രൂപത്തിൽ ഒന്നിന് ബദൽ ഒന്ന് എന്ന രീതിയിൽ അതിശക്തമായ ആക്രമണങ്ങളും തിരിച്ചടികളുമാണ് ഇപ്പോൾ ഇറാന്റെയും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ വരുന്ന ഒരു പുതിയ വാർത്തയാണ്, ഇറാൻ അവരുടെ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് ഖത്തറിന്റെ തീരഭാഗത്ത് ഒരു കപ്പലിന് നേരെ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഹുർമുസ് കടലിടുക്കിൽ ഇറാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ എന്തെങ്കിലും രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയതാകാനുള്ള സാധ്യതയുണ്ട് കപ്പൽ. അതല്ല എങ്കിൽ അമേരിക്കയോ ഇസ്രയേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കപ്പലുകളാണോ എന്നതും വ്യക്തമല്ല. എന്തായിരുന്നാലും ഇപ്പോൾ ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയും വരുന്നു. മക്കളുടെ സ്കൂൾ ടൈമും മദ്രസ ടൈമും തമ്മിൽ ക്ലാഷ് ആവുന്നുണ്ടോ? അതോ വിദേശത്തായതുകൊണ്ട് മദ്രസയിൽ വിടാൻ പറ്റുന്നില്ലേ? ഇനി ടെൻഷൻ വേണ്ട. ത്വയ്ബ അക്കാദമി വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം തിരഞ്ഞെടുത്ത് മദ്രസ പഠനം ഓൺലൈനായി നൽകാം. നാട്ടിലായാലും മറുനാട്ടിലായാലും പഠനം മുടങ്ങില്ല. ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.